അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഞാൻ ഫതഹുദ്ദീൻ മൗലവി അൽ ഹസനി, ആലുവ. അൽഫ ഹജ്ജ് ഉംറ ഗ്രൂപ്പിൻ്റെ 26-ാം വർഷത്തെ 4ാമത്തെ ബാച്ചും കൊണ്ടാണ് ഇപ്പോൾ മദീന സന്ദർശിക്കാൻ വന്നിട്ടുള്ളത്. മക്കയിൽ വന്നിട്ട് ഉംറയൊക്കെ കഴിഞ്ഞതാണ്. മദീനയിലെ മസ്ജിദ് ഖിബ്ലത്തൈനിയുടെ തൊട്ടു മുമ്പിൽ പുതിയ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ട്, അഥവാ പഴമയെ ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള നിർമ്മാണ ശൈലി ധാരാളം വന്നിട്ടുണ്ട്. ഇത് ഒരു പഴമ തോന്നിക്കുന്ന നിർമ്മാണവും അതേപോലെ പുതിയ പുതിയ കച്ചവട തന്ത്രങ്ങളുമാണ്. ഇതൊക്കെ ഇവിടെ വരുന്ന വൈകുന്നേരങ്ങളിൽ സജീവമാകും. കോഫി ഷോപ്പുണ്ട്, അതേപോലെ തന്നെ മദീനയുടെ തിദ്കാർ സ്മരണിക സാധനങ്ങളുടെ കച്ചവടമുണ്ട്. അറബികൾക്ക് വന്ന് കഹ്വയൊക്കെ കുടിച്ചിരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളുണ്ട്. ഇതൊരു കോഫി ഷോപ്പാണ്. വൈകുന്നേരങ്ങളിൽ സജീവമാവുകയുള്ളൂ. നമ്മൾ ഖുർആൻ പ്രിൻറ്റിങ് പ്രസ്സിങ്ങിലൂടെ പോകേണ്ടതുള്ളത് കൊണ്ട് മദീന സന്ദർശനം രാവിലെ ആക്കിയതാണ്. ഇതൊക്കെ വാട്ടർ ഫൗണ്ടുകളാണ്. തജ്രിബത്തു ഷാഹി അൽ മദീന. തജ്രിബത്തുൽ ഫുത്തൂർ അൽ മദനി. പ്രഭാത ഭക്ഷണത്തിൻ്റെ കേന്ദ്രമാണത്. തജ്രിബത്തു റവാഇഹുൽ മദീന, അത് സുഗന്ധങ്ങളാണ്, ഒരു പെർഫ്യൂം ഷോപ്പാണ്. ഇത് മസ്ജിദ് ഖിബ്ലത്തൈനിയുടെ സമീപമാണ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഏതായാലും ചെറുപ്പക്കാരനായ പുതിയ രാജാവിൻ്റെ ഐഡിയകൾ വളരെ ഭംഗിയാവുന്നുണ്ട്. മക്ക മദീനയിൽ സന്ദർശന വേളകളിൽ ഒരുപാട് നിയന്ത്രിതമായിരുന്ന സാധനങ്ങളൊക്കെ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി തുറന്നു കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ സബുൽ മസാജിദിൻ്റെ ഭാഗമുണ്ട്. നമ്മളിത് കഴിഞ്ഞ് അങ്ങോട്ട് സന്ദർശനത്തിന് പോകും. അവിടെയൊക്കെ ഒരുപാട് ആ പഴമയെ ത്രസിപ്പിക്കുന്ന രീതിയിൽ നിർമ്മാണ ശൈലി കൊണ്ടുവന്നിട്ടുണ്ട്. മാഷാ അല്ലാഹ്. മസ്ജിദ് ഖിബ്ലത്തൈനിയുടെ കുബ്ബയാണ് കാണുന്നത്, മിനാരങ്ങളാണ് കാണുന്നത്.